ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ആ ഫ്ലവർ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടാണ്. അതിനായിട്ട് ഞാൻ ഡബിൾ ലെയർ നൂലാണ് എടുക്കുന്നത്, അതായത് ഡബിൾ കളർ നൂലാണ് ഞാൻ എടുക്കുന്നത്. വൈറ്റും പർപ്പിൾ കളറുമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇത് രണ്ടും എങ്ങനെയാണ് നൂല് കോർക്കേണ്ടതെന്ന് ഞാനൊന്ന് ഈ വീഡിയോയിലോട്ട് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവൻ കുറച്ച് ഹോള് വലുതുള്ളൊരു സൂചി എടുക്കുക, അതിനകത്തോട്ട് ഈ രണ്ട് നൂലും ഒന്നിച്ച് കയറ്റിയതിന് ശേഷം രണ്ട് നൂലും ഒരേ വലുപ്പത്തിന് മുറിച്ചെടുത്ത് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ശേഷം നമുക്ക് സ്റ്റിച്ച് തുടങ്ങാം. ഇതിനായിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ ബാക്കി സ്റ്റിച്ചൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഈ സ്റ്റിച്ച് നമ്മൾ സാധാരണ നോർമലി നമ്മുടെ സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ. ആ സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ ഇത് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എത്രത്തോളം അടുപ്പിച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അടുപ്പിച്ച് ചെയ്യണം. നമുക്ക് ഇതൊരു 3D മോഡലിലാണ് കാണുന്നത്. നമുക്കിത് കാണുമ്പോഴത്തേക്കും ഒരു 3D മോഡൽ പോലെ ഇരിക്കും കേട്ടോ. അതായത് കുറച്ച് പഫായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. നമ്മളെ ചുരിദാറിലൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു എംബ്രോയ്ഡറി വർക്കാണിത്. ഈ ഡബിൾ ലെയർ നൂലൊന്നും ഞാൻ കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് മുന്നേ മേളിലോട്ട് ചെയ്തതിൽ പർപ്പിൾ കളർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ ഒരു വൈറ്റും കൂടെ ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ചുരിദാറിനൊക്കെ രണ്ട് കളർ ഉണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ ഒരു ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ സീക്വൻസ് ആണ് എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ പിങ്ക് കളർ, അതായത് പർപ്പിൾ കളർ നൂല് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒറ്റ ലെയർ ആയിട്ടാണ് എടുക്കുന്നത്. അത് എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ ആ ലേസി ഡേസി സ്റ്റിച്ചിലെയോ ആ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതേ സൂചി അടിയിൽ നിന്ന് കുത്തി പുറത്തോട്ട് എടുക്കുക. സെയിം സ്ഥലത്ത് തന്നെ വീണ്ടും കുത്തിയിട്ട് മുന്നോട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ ആ ചില്ലകൾ വരച്ചിരിക്കുന്നില്ലയോ ആ ഭാഗത്തോട്ട് കുത്തി വെച്ചതിന് ശേഷം നൂല് അടിയിലൂടെ, സൂചിയുടെ അടിയിലൂടെ എടുത്തതിന് ശേഷം വലിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ പുറത്തോട്ട് കുത്തി ലോക്ക് ഇടുമല്ലോ, അപ്പോഴാണ് നമ്മൾ ഈ സീക്വൻസ് വെച്ച് കൊടുത്തതിന് ശേഷം അത് താഴോട്ട് കുത്തി ലോക്കിട്ട് വെക്കണം. അങ്ങനെ ഫുള്ളും ഫില്ലാക്കി എടുക്കുക. ഞാൻ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഇതിൽ ഒരു കളറും മറ്റേ ഇതിൽ വൈറ്റും കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം സെൻറ്ററിൽ വൈറ്റും പർപ്പിളും ഉള്ളതുകൊണ്ട് എല്ലാ ചില്ലകളിലും ഓരോരോ കളർ വീതം കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതിയാവും. അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ബിഗിനേഴ്സിനും കൂടെ സുഖമായിട്ട് പറ്റും. കാരണം ഈ സ്റ്റിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി. ആ സ്റ്റിച്ചിൻ്റെ ട്യൂട്ടോറിയലുണ്ട്, അത് നോക്കി ഒന്ന് പഠിച്ചിട്ട് ഒന്നും കൂടെ ചെയ്ത് നോക്കിയാൽ മതിയാവും. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടാമത് ഞാൻ വൈറ്റ് കളർ നൂലിലാണ് ചെയ്യുന്നത്. സംഭവത്തിൽ ഞാൻ ഗോൾഡൻ കളർ സീക്വൻസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ സീക്വൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുരിദാറാണ്, അല്ല പ്യുവർ വൈറ്റും ഗോൾഡും കലർന്നിട്ടുള്ള ചുരിദാറാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നൂലിന് വൈറ്റും ഒരു ഗോൾഡൻ കളർ നൂലും കൊടുത്താൽ മതിയാവും കേട്ടോ. ഗോൾഡൻ കളർ എംബ്രോയ്ഡറി നൂല് വരത്തില്ല, കുറച്ച് ഡാർക്ക് യെല്ലോ കളർ നൂല് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നൂലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 3 ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൽ വന്നിട്ട് ഒന്നിൽ പിങ്കും പർപ്പിളും ഒന്നിൽ വൈറ്റും ആയിട്ടല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ വരച്ചു കൊടുത്ത ചില്ലകൾ കുറച്ച് കൂടുതലായതുകൊണ്ടേ അടുപ്പിച്ച് ഒന്നുകിൽ 2 പിങ്ക് വരും, ഇല്ലെങ്കിൽ 2 വൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കാതെ അതിൽ വേറെ ഡിസൈൻ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാൽ ഓക്കെ, ബൈ.